മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കും. വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ കൈക്കൊള്ളും. CMR കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാർ അടക്കമുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇഡിക്ക് കൈമാറി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത വളരെ സജീവമായുള്ളത്. ഇന്നലെ ഹാജരാക്കിയ ചില രേഖകൾ കൂടി പരിശോധിച്ച് ഉറപ്പിച്ചതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സൂചനകളാണ് ഇഡിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടില്ല എന്നൊരു നിഗമനം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം SFIO കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ട്. അതിൻ്റെ കൂടി പരിശോധനകൾ പൂർത്തിയായ ശേഷം വീണയ്ക്ക് അടുത്ത ചോദ്യം ചെയ്യലിന് സമൻസ് അയക്കാനുള്ളൊരു നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് നിലവിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഇതിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിയായ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ സറണ്ടർ ചെയ്ത്, അതായത് ED ഇത് നിർദ്ദേശപ്രകാരം ED മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടും അതോടൊപ്പം തന്നെ ആക്റ്റീവായി നിലനിൽക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെയും വിശദാംശങ്ങൾ കൂടി ED സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു പരിശോധനകൾ നടന്നു വരികയാണ്. പ്രാഥമികമായ ഒരു അനുമാനത്തിൽ നിന്ന് EDയുടെ വിലയിരുത്തൽ നിന്ന് ഒരിക്കൽ കൂടി വീണയ്ക്ക് സമൻസ് നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. അതിന് SFIOയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ട ഏതാണ്ട് 100ഓളം രേഖകളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അതിൻ്റെ പരിശോധനകൾ പൂർത്തിയായ സ്ഥിതിക്ക് വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകാനുള്ള നീക്കത്തിലേക്കാണ് ED കടക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നത് ഇവർക്ക് നൽകിയ തുക 2.78 കോടി രൂപ, അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏത് കാര്യത്തിന് എന്തിനാണ് നൽകിയത്, ചെയ്യാത്ത സേവനത്തിന് ഇതിൽ നൽകിയെന്ന പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. നിലവിൽ CMRന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ തുക സംബന്ധിയായ കാര്യങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് വ്യക്തമായ രീതിയിൽ വിശദീകരിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ED ഉള്ളത്. ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ED കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.